ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാനൊരു എൻ്റെ സിഗരറ്റ് വലി ജീവിതത്തിനെ പറ്റിയും സിഗരറ്റ് വലി എങ്ങനെ നിർത്തി എന്നതിനെ പറ്റിയൊക്കെയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ സിഗരറ്റ് വലിക്കുന്നവർക്കും വലി നിർത്താൻ കഷ്ടപ്പെടുന്നവർക്കും ഉപകാരപ്പെടും ചെറുതായിട്ടെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ സംസാരം ബോറിങ്ങായി തോന്നുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, അതിന് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ +2 പഠിക്കുമ്പോൾ ടൂറ് പോകുമ്പോഴാണ് ആദ്യമായിട്ട് സിഗരറ്റ് വലിക്കണം. ആദ്യമായിട്ട് വലിക്കണത് 555. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഗൾഫ് ഹൗസൊക്കെ ഇല്ലേ, അവിടുന്ന് ഡൺഹില്ലിൻ്റെ ഓരോ പാക്കൊക്കെ മേടിച്ച് വലിച്ചു തുടങ്ങി. അത് പക്ഷേ എന്നൊന്നുമില്ല, ആഴ്ചയിലൊരു ദിവസം, അല്ലെങ്കിൽ വീട്ടുകാർ പുറത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ലഞ്ച് ബ്രേക്കിന് പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ ഒപ്പം, അങ്ങനെയൊക്കെ ആയിരുന്നു വലി. പിന്നെ അതിന് ശേഷം കോളേജിൽ ചേർന്നു, ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഹോസ്റ്റലിലെത്തിയപ്പോൾ വലി കൂടി, കാരണം അവിടുത്തെ അന്തരീക്ഷം അറിയായിരിക്കുമല്ലോ. അപ്പോൾ റൂംമേറ്റ്സ് ആയാലും അപ്പുറത്തെ വേറെ റൂമിലുള്ളവരൊക്കെ ആയാലും വലിക്കും. പക്ഷേ ആ സമയത്ത് ഞാൻ ഡൺഹില്ലും അങ്ങനത്തെ ബ്രാൻഡൊക്കെ നിർത്തി, കാരണം ബാക്കിയുള്ളവരും വന്ന് എടുക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ ഈ പ്ലെയേഴ്സ്, വേവ് അതുപോലത്തെ ഐറ്റം മേടിച്ചു തുടങ്ങി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 6 മാസത്തേക്ക് ഇതൊക്കെ നല്ല വലിയായിരുന്നു. ഒരു ദിവസം എത്ര എണ്ണം വേണമെങ്കിൽ പോകും, ഒരു 10 സിഗരറ്റൊക്കെ ഞാൻ വലിക്കുമായിരുന്നു. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പോൾ ഒന്നാമത് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, പിന്നെ സാധനം കിട്ടാനില്ല. ഇപ്പോൾ വലി നിന്നു. ലോക്ക്ഡൗൺ സമയത്തൊന്നും വലി ഉണ്ടായിരുന്നില്ല. അതുപോലെ എനിക്ക് ആ സമയത്ത് ഞാൻ നോ ഫാബ് എടുത്തിട്ടുണ്ടായിരുന്നു. പോൺ അഡിക്ഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് പോണും കാണാറില്ല. അപ്പോൾ ഇത് മൂന്നും ഉണ്ടായിരുന്നില്ല, ഹെൽത്തി ആയിരുന്നു. പിന്നെ അതിന് ശേഷം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെന്നപ്പോൾ വീണ്ടും തുടങ്ങി. പിന്നെ വലിയും കുടിയും ഉണ്ടായിരുന്നു. പക്ഷേ കുടി അധികമൊന്നുമില്ല, ആഴ്ചയിലൊരു ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വലി എപ്പോഴും ഉണ്ടാവും. പിന്നെ അതിന് ശേഷം കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞ സെപ്റ്റംബർ വരെ ഞാൻ വലിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 1 വരെ എനിക്ക് വലി ഉണ്ടായിരുന്നു. പിന്നെ ഈ ദിവസം വരെ ഞാൻ വലിച്ചിട്ടില്ല. പക്ഷേ അതിന് മുന്നേ ഞാൻ പലവട്ടം നിർത്താനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് പറ്റിയിരുന്നില്ല. ഒരു 2 ദിവസമൊക്കെ പിടിച്ച് നോക്കും, പക്ഷേ തീരെ പറ്റാറില്ല. വലിക്കണ സമയത്ത് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. നടുവേദന, അതുപോലെ നല്ല ആസിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെപ്റ്റംബർ 1 തൊട്ടിട്ട് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ തീരുമാനിച്ചു. ഇനി വലിയില്ലാന്ന് തീരുമാനിച്ചു. അപ്പോൾ മുന്നേ പലവട്ടം ഞാൻ പറ്റാത്തതാണ്. പക്ഷേ സെപ്റ്റംബർ 1 തൊട്ടിട്ട് കറക്റ്റ് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് 1 കിലോമീറ്ററൊക്കെയും കടയിലേക്ക് ഉണ്ടാവുക, സാധനങ്ങൾ വാങ്ങുന്ന കടയിലേക്ക്. പക്ഷേ ഞാൻ എങ്ങനെ പോയാലും ഈ സിഗരറ്റും കൂടിയും വലിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അപ്പുറമുള്ള കടയിലേക്കൊക്കെ പോവുള്ളൂ. അപ്പോൾ സിഗരറ്റ് വലിക്കുക. അപ്പോൾ വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഒരു ദിവസം മിനിമം 2 സിഗരറ്റ്, ഏറിപ്പോയൊരു 4 സിഗരറ്റ്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ കണക്ക്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങും കടയിലേക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വലി നിർത്തണം എന്ന് ആയപ്പോൾ ഞാൻ പിന്നെ ബൈക്കിൽ പോക്ക് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോവും. അതാകുമ്പോൾ നമ്മൾ അധികം ദൂരം പോവില്ലല്ലോ. അപ്പോൾ അധികം ദൂരം പോകാതെ 1 കിലോമീറ്റർ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവരും. പണ്ടത്തെ പോലെ അപ്പുറം ദൂരെ പോകേണ്ട കാര്യം വന്നില്ല. പിന്നെ അതൊരു എക്സസൈസായി. പിന്നെ ഞാൻ വലിക്കണ കൂട്ടുകാരുടെ ഒപ്പം അധികം പുറത്തേക്കൊന്നും ഔട്ടിങ്ങൊന്നും പോകാറില്ല. കാരണം അവർ വലിക്കുമ്പോൾ നമുക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ത്വര വരുമല്ലോ വലിക്കണം. അപ്പോൾ അതൊന്നും നിർത്തി. പിന്നെ ഞാൻ വീട്ടുകാരുടെ ഒപ്പം എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ഞാൻ കാറിൽ തന്നെ ഇരിക്കാറായിരുന്നു പതിവ്. അവർ ഹോസ്പിറ്റലിൽ കയറി പോകും, അല്ലെങ്കിൽ കല്യാണത്തിന് അല്ലെങ്കിൽ ആരെങ്കിലും കാണാനാണെങ്കിൽ അവരങ്ങോട്ട് കയറി പോകും. പക്ഷേ ഞാൻ പുറത്ത് പോയിട്ടൊന്ന് എങ്ങോട്ടെങ്കിലൊന്ന് കാറെടുത്ത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാനൊന്ന് വലിച്ചിട്ടാവും. പിന്നെ പതുക്കെയും അവരുടെ കൂടെ ജോയിൻ ചെയ്യാറ്. അപ്പം ഞാൻ ആ ശീലമൊക്കെ നിർത്തി. ഞാൻ എപ്പോഴും വീട്ടുകാരുടെ ഒപ്പം തന്നെ. പിന്നെ ഉള്ളത്, ആ സമയത്ത് വലിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ എന്തെങ്കിലും ഗെയിം കളിക്കും. എന്ന് പറഞ്ഞാൽ ഈ സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മുടെ ഡോപ്പാമിൻ ഹൈ ആക്കണ പരിപാടിയാണല്ലോ ബ്രെയിനിൽ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഗെയിം കളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ നാച്ചുറലി
ഡോപ്പാമിൻ റിലീസാവും, ഇത്തിരി ആശ്വാസമൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ മാറ്റി ഞാൻ. പക്ഷേ ഇതുവരെ മറ്റേ നിക്കോടെക്സ് അങ്ങനത്തെ സംഭവമൊന്നും എടുക്കാൻ തോന്നിയിട്ടില്ല. കാരണം അതും അപകടമാണ്. സെയിം നിക്കോട്ടിൻ തന്നെയാണ് ഉള്ളിലേക്ക്, മറ്റേത് പുകച്ച് ഉള്ളിലേക്ക് കയറ്റണം, ഇത് ചവച്ചിറക്കണം, അങ്ങനെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വലി നിർത്തിയോട് കൂടിയിട്ട് എനിക്ക് പതുക്കെ പതുക്കെ ഞാൻ എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ എൻ്റെ നടുവേന കംപ്ലീറ്റ് ആയി മാറി. ഞാൻ ആദ്യം നടുവേന ഉണ്ടായിരുന്നു വിചാരിച്ച് ബൈക്ക് യൂസ് ചെയ്യണോണ്ട് നടുവേന കൂടുതൽ വരണമെന്ന് വിചാരിച്ചു. പക്ഷേ വലിയായിരുന്നു മെയിൻ പ്രോബ്ലം. അതുപോലെ അസിഡിറ്റി മാറി. എനിക്ക് നല്ല അസിഡിറ്റി ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ പൊളിച്ചത് കിട്ടും, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇത്. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ വലി നിർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലി മൊത്തം ഇപ്പോൾ ഇന്ന് വലി നിർത്തണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സിഗരറ്റ് വലി ഒഴിവാക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ചിലർ പറയില്ലേ, ഡെയിലി 5 നേരം വലിക്കണമെങ്കിൽ ആളാണെങ്കിൽ പിറ്റേ ദിവസം തൊട്ട് കുറച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത് പകുതിയാക്കണം, അങ്ങനെയൊന്നും പരിപാടിയൊന്നും നടക്കില്ല. ഫുള്ളായിട്ട് നിർത്താനേ പറ്റുള്ളൂ. പക്ഷേ ഈ വലിക്കണമെന്ന് പിന്നെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരിതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നെങ്കിൽ ആരെങ്കിലും ഫാമിലിയായിട്ട് എൻഗേജ് ചെയ്യുക, അല്ലെങ്കിൽ റീഡിങ് ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ആ സമയത്ത് വേറെ എന്തെങ്കിലും സ്ട്രെസ് ബസ്റ്ററായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.